കഴിഞ്ഞ 10 വർഷമായി ഈ സുപ്രധാനമായ തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരുന്നത്. വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം നടന്ന അന്വേഷണം മരവിക്കുന്നതാണ് കണ്ടത്. 123 കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ എല്ലാ കേസുകളിലും ഒന്നാം പ്രതിയാകേണ്ടതാണ്. ഇന്ന് ഈ ദിവസം മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ ഒന്നാം പ്രതിയായ ഒരു കുറ്റപത്രം, പുൽപ്പള്ളിയിലെ ഒരു കുറ്റപത്രത്തിന് മാത്രം വിജിലൻസ് ഡയറക്ടർ അനുമതി നൽകിയത്. അത് ഇനി സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടി പ്രതിസ്ഥാനത്തുള്ളതുകൊണ്ട് സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ അനുമതിക്ക് കാത്തിരിക്കുകയാണ്. കശുവണ്ടി വികസന കോർപ്പറേഷനിൽ നാം കണ്ടതുപോലെ അഴിമതിയോടുള്ള സമീപനമാണ് ഈ സർക്കാരിനെങ്കിൽ അതിന് പ്രോസിക്യൂഷൻ അനുമതി കിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ ആ കേസിൽ പോലും വിചാരണ ചെയ്യപ്പെടില്ല. തുടർന്ന് വരുന്ന 122 കേസുകളുടെയും അവസ്ഥ ഇതായിരിക്കും. ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയായ ആളാണ് ചൊവ്വാഴ്ച ദില്ലിയിൽ രാഷ്ട്രപതിയിൽ നിന്ന് പത്മഭൂഷൺ വാങ്ങാൻ പോകുന്നത്. മറ്റൊരു കേസിൽ പ്രതിയാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ വലങ്കയായിരുന്ന KK മഹേശൻ്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കേസിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രതിയാണ്. തുഷാർ വെള്ളാപ്പള്ളി പ്രതിയാണ്. വെള്ളാപ്പള്ളിയുടെ മാനേജർ പ്രതിയാണ്. ആ കേസിലും കഴിഞ്ഞ 6 വർഷമായി അന്വേഷണം മരവിച്ചിരിക്കുകയാണ്. ഈ ക്രിമിനൽ നാളെ കഴിഞ്ഞ് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് പത്മവിഭൂഷൺ വാങ്ങാൻ പോകുക. ഇതിൻ്റെയൊക്കെ ഒരു വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നിപ്പോൾ നമുക്ക് മനസ്സിലാകുക. രാജ്യം വലിയ അവാർഡുകൾ, അംഗീകാരങ്ങൾ നൽകി ആദരിക്കുക. ആരെ ആദരിക്കുന്നേ? നല്ല ഒന്നാം തരം ക്രിമിനലിനെ. ഒരു ക്രിമിനലിന് രാജ്യം അംഗീകാരം നൽകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇത് കാണുമ്പോൾ എനിക്ക് ഏതാ തോന്നുന്നത്, എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമാണ്. നമ്മുടെ കേരളത്തിനെ പറ്റി പച്ച നുണ പടച്ചു വിട്ട ഒരു സിനിമയുണ്ടല്ലോ, കേരള സ്റ്റോറി. ആ കേരള സ്റ്റോറിക്ക് ഏറ്റവും നല്ല സിനിമക്കുള്ള അവാർഡ് കൊടുക്കുകയാണ്, നാഷണൽ അവാർഡ്. ആ അവാർഡ് പോലെ തന്നെയാണ് എനിക്ക് ഈ വെള്ളാപ്പള്ളി നടേശന് നൽകിയിരിക്കുന്ന ഈ പത്മ അവാർഡിനെയും കാണാൻ കഴിയുന്നത്. ഒരു കാര്യം ഉറപ്പാ, ഇന്നലെ ഒരു SNDPയുടെ ഒരു നേതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണ്? മൈക്രോ ഫിനാൻസിങ് തട്ടിപ്പ് കേസിലൂടെ സ്വന്തം പോക്കറ്റിലാക്കിയ പണം, ആ പണം കൊടുത്തിട്ടാണ് ഈ പത്മ അവാർഡ് വാങ്ങിയിരിക്കുന്നത്, വിലക്ക് വാങ്ങിയതാണെന്നാണ് പറഞ്ഞത്. വളരെ കൃത്യമാണ്, സംഭവം ശരിയാണ്. ഇപ്പോഴാണ് കണക്റ്റ് ആവുന്നത്, എല്ലാം കണക്റ്റഡ് ആവുന്നത് ഇപ്പോഴാണ്. ഈഴവരെ പറ്റിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയ കോടികൾ കൊടുത്ത് താനൊരു ക്രിമിനൽ അല്ല, തന്നെ രാജ്യം അംഗീകരിച്ചതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു വെള്ളപൂശൽ സ്വയമേ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ക്രിമിനൽ നടത്തുകയാണ്. ഈ വെള്ളാപ്പള്ളി നടേശൻ, ഈ ക്രിമിനലിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ക്രിമിനലിനെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ തറവാട്ട് സ്വത്ത് നിന്ന് വാങ്ങിയ വാഹനത്തിലല്ല, കേരളത്തിലെ നികുതി പണത്തിൽ നിന്ന് വാങ്ങിയ കേരള മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കൊണ്ടു നടന്നത്. എന്ത് യോഗ്യതയാണ് ഈ ക്രിമിനലിനുള്ളത്? മാത്രവുമല്ല, കഴിഞ്ഞ 10 വർഷക്കാലം വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ 10 വർഷക്കാലം വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള എല്ലാ കേസുകളും ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു പിണറായി വിജയൻ. മനസ്സിലായില്ലേ? വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള കേസുകൾ പിണറായി വിജയൻ ഫ്രീസ് ചെയ്തപ്പോൾ പിണറായി വിജയനെ പൂട്ടാനുള്ള കേസുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഫ്രീസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരികയായിരുന്നു. ഇങ്ങനെ മെല്ലപ്പൊക്ക്, എങ്ങോട്ടും ആവൂല. കേസൊക്കെ ഉണ്ട് എന്നല്ലാതെ ഒരു നടപടിയൊന്നും ഉണ്ടാവൂല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അധികാരം പോയപ്പോൾ വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കാൻ ഇനി പിണറായി വിജയൻ ഇല്ല എന്ന അവസ്ഥ വന്നപ്പോൾ പിണറായി വിജയൻ്റെ മകൾക്കെതിരെയുള്ള ആദ്യ ആയുധം പുറത്തെടുത്തു. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ഈ പത്മയും പത്മഭൂഷണും പത്മവിഭൂഷണും പത്മശ്രീയും ഇതൊക്കെ കാണുമ്പോൾ വലിയ കോമഡി തോന്നുകയാണ്. രാജ്യത്ത് ഇതിനൊക്കെ ഒരു വിലയുണ്ടായിരുന്നു, ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരു വാല്യൂ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. പക്ഷേ ഇതൊന്നും ഇപ്പോൾ അങ്ങനെയല്ല. ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ നാഷണൽ അവാർഡ് ആയാലും ഇതൊക്കെ ആണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ മേഖലകളിലുള്ള ഏത് മേഖലയിലുള്ള അവാർഡുകളായാലും കൃത്യമായി അജണ്ടകൾ നിശ്ചയിച്ച് ആർക്കും പണമുണ്ടെങ്കിൽ വിലക്ക് വാങ്ങാൻ പറ്റുന്ന സാധനം. വെള്ളാപ്പള്ളി നടേശൻ എന്തിനാ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്നത്?
വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിനുള്ള ഒരു പ്രത്യുപകാരം കൂടിയാണ് ഈ അവാർഡൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പണം കൊടുത്ത് വാങ്ങിയ സാധനം ഈ രാജ്യത്ത് ഇതൊന്നും ഇനി ഒരു വലിയ കാര്യമൊന്നുമല്ല. ഏത് അണ്ടനും അടകോടനും ഏത് ക്രിമിനലിനും ബോൺ ക്രിമിനലിനും ലഭിക്കും ഈ സാധനങ്ങളൊക്കെ. അല്ല നോക്കൂ നിങ്ങൾ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള 140 കേസുകളുണ്ട്. ഇതൊക്കെ പെറ്റി കേസുകളോ അല്ലെങ്കിൽ സമരം ചെയ്തിട്ടുണ്ടായ കേസുകളോ അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടാതെയുള്ള കേസുകളോ ഒന്നുമല്ല. ഈ കേസ് എന്താണ്? ഈ കേസ് ക്രിമിനൽ കേസുകളാ. അതിൽ തട്ടിപ്പുണ്ട്, വെട്ടിപ്പുണ്ട്, പെൺവാണിഭമുണ്ട്, കൊലപാതകമുണ്ട്. ഇതിനപ്പുറം വേറെ ക്രിമിനൽ ആക്ടിവിറ്റികൾ രാജ്യത്തില്ല. രാജ്യത്തെ എണ്ണപ്പെട്ട ക്രിമിനൽ കേസുകളിൽ ആയി പരിഗണിക്കുന്ന എല്ലാ കേസുകളിലും പ്രതിയാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ. എന്ന് പറഞ്ഞാൽ ഒരു തികഞ്ഞ ക്രിമിനൽ. ആ തികഞ്ഞ ക്രിമിനലിന് നാളെ രാജ്യത്തിൻ്റെ പ്രഥമ വനിത രാഷ്ട്രപതി ഈ അവാർഡൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു കാര്യം, ഇയാളെത്ര ക്രൂരനാണെന്ന് പറയാൻ ഒരൊറ്റ സംഭവം മതി. ക്രിമിനലാണെന്നതിനപ്പുറം എത്ര വലിയ ക്രൂവാലിറ്റിയാണ് ഈ മനുഷ്യൻ്റെ മനസ്സ്. ഈ വിഷജന്തുവിൻ്റെ, മനുഷ്യനെന്നൊന്നും പറയാൻ പറ്റില്ല, ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ക്രിമിനലിൻ്റെ മനസ്സ് എത്രത്തോളം ക്രൂരമാണെന്ന് പറയാൻ ഈ മഹേശൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ, മരണപ്പെട്ടു പോയി. വെള്ളാപ്പള്ളി നടേശൻ്റെ വലങ്കയ്യായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ എല്ലാ സംഭവങ്ങളും കൊണ്ട് നടന്ന് പ്രാവർത്തികമാക്കിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഈ മഹേശൻ. മഹേശൻ എന്തിനാ? മഹേശൻ സംഭവം ഒരു വലങ്കൈ എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു ജോലിക്കാരൻ എന്നൊക്കെയുള്ള രീതിയിൽ അതായിരുന്നു സംഭവം. മഹേശൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മഹേശൻ ഒന്നും ചെയ്തതല്ല. വെള്ളാപ്പള്ളി നടേശൻ പറയും, മഹേശൻ അത് എക്സിക്യൂട്ട് ചെയ്യും, പ്രാവർത്തികമാക്കും. ഇതായിരുന്നു മഹേശൻ്റെ ജോലി. അപ്പോൾ ഈ മൈക്രോ ഫിനാൻസിങ് തട്ടിപ്പ് കേസ് എന്ന് പറഞ്ഞാൽ ഇവൻ ഉൾപ്പെടുന്ന സമുദായത്തിൽപ്പെട്ട പാവങ്ങളെ പറ്റിച്ചും വഞ്ചിച്ചും പണം തട്ടിയപ്പോൾ, ആ കേസ് വന്നപ്പോൾ, അത് കേസായപ്പോൾ, ഇതിൽ കുടുങ്ങുമെന്നായപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെ എല്ലാം ഈ മഹേശൻ്റെ തലയിലേക്ക് ഇട്ടു. എല്ലാം മഹേശൻ മാത്രമാക്കി. അങ്ങനെ എല്ലാത്തിലും മഹേശൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം ഉണ്ടായപ്പോൾ മഹേശൻ സംഭവം ഒരു ജോലിക്കാരൻ്റെ റോളായിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം യൂസുഫ് അലിൻ്റെ വലിയ സാമ്രാജ്യങ്ങളുണ്ട്, ബിസിനസ് സാമ്രാജ്യം. രാവിലെ യൂസുഫ് അലി വന്ന് മാള് ഷട്ടറൊക്കെ തുറന്ന് യൂസുഫ് അലിയെ എല്ലാ സാധനങ്ങളും വെച്ച് അങ്ങനെയാണോ? അല്ല, യൂസുഫ് അലിക്ക് എല്ലാത്തിനും ജോലിക്കാരുണ്ട്. അതുപോലെ ഈ പറയുന്ന നടേശൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഈ മഹേശൻ. മഹേശൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചു. മഹേശന് മനസ്സിലായി താൻ പെടാൻ പോവുക. സംഭവം മഹേശൻ ചെയ്തതാണ്. പക്ഷെ ചെയ്തത് ആർക്ക് വേണ്ടിയാ? മഹേശൻ ഒരു ശമ്പളത്തിന് വേണ്ടി, ഒരു ഉപകാരത്തിന് വേണ്ടി, ഒരു പ്രത്യുപകാരത്തിന്, തൻ്റെ ജീവിത മാർഗത്തിന് വേണ്ടി മഹേശൻ ചെയ്തതാ. പക്ഷെ ഇത് പ്ലാനും പദ്ധതിയൊക്കെ ആരതാ? വെള്ളാപ്പള്ളി നടേശൻ്റെ. അവസാനം എല്ലാത്തിനും ഉത്തരവാദിയായിട്ട് മഹേശൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മഹേശൻ ജീവിതം അവസാനിപ്പിച്ചത്. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, കൂടെ നിന്ന് വിശ്വസിച്ച് കൂടെ നിന്ന് എല്ലാത്തിനും തയ്യാറായ മഹേശനെ കുരുതി കൊടുക്കാൻ, തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി കുരുതി കൊടുത്തവരാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. അതാ ഞാൻ ആ മനുഷ്യൻ്റെ, അയാളുടെ ആ ഒരു ക്രൂവാലിറ്റി ഉണ്ടല്ലോ, ക്രൂരത ഉള്ളിൻ്റെ ഉള്ളിലുള്ള, അത് പറയാനിപ്പോൾ ഇത് മാത്രമല്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ശ്രീനാരായണ ഗുരു ആരംഭിച്ച പ്രസ്ഥാനം, ആ ഗുരുദേവൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഈ പാവങ്ങളെ സഹായിക്കണം, അവർക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കണം, അവരെ കൈപിടിച്ചുയർത്തണം. ആ പാവങ്ങളുടെ ആ ഗുരു ഇരുന്ന കസേരയിൽ വന്നിരുന്നിട്ട് ഗുരു എന്ത് ആവരുതെന്ന് ആഗ്രഹിച്ചോ അത് ഇവൻ ചെയ്യാം. സംഭവം എന്താണ്? ഇവൻ ആട്ടിൻതോലണിഞ്ഞ ചെന്നായ എന്നൊക്കെ പറയാറില്ലേ? അതങ്ങനെയല്ല. ഇവരുടെയൊക്കെ സംരക്ഷകരാണെന്ന് പറഞ്ഞ് ആ കസേരയിൽ പണത്തിൻ്റെ ബലത്തിൽ. എങ്ങനെയായി പണമുണ്ടായത്? ഈ പണമുണ്ടായത് ഈ പാവങ്ങളെ പറ്റിച്ചിട്ട്. എന്താ മൈക്രോ ഫിനാൻസിങ് തട്ടിപ്പ് കേസ്? എന്താ? സർക്കാർ ഒരു ഫണ്ട് അനുവദിക്കുക ഈ പറയുന്ന ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്.
അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു ജീവിതമാർഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ആളുകൾക്ക് കൊടുക്കേണ്ട പണം ഇവൻ സ്വന്തം പോക്കറ്റിലാക്കി. എങ്ങനെ പോക്കറ്റിലാക്കി? പല വിധത്തിൽ. ഇപ്പോൾ ആ ക്രിമിനലിനെ ഇപ്പോൾ 3% പലിശക്കാണ് സർക്കാർ കൊടുത്തത് ഫണ്ട്. ഇവനത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പല ഈ SNDPക്ക് കീഴിലുള്ള സ്വയം സഹായക സംഘങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിൽ 10% ഒറിജിനൽ റിയൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ബാക്കി 90% വിതരണം ചെയ്തു എന്നുള്ള രേഖകൾ വ്യാജമാക്കി ഉണ്ടാക്കിയിട്ട് സ്വന്തം പോക്കറ്റിലാക്കി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ 10% വിതരണം ചെയ്തതിൽ തന്നെ 2 രീതിയിൽ തട്ടിപ്പ്. ഒന്നെങ്ങനെയാ? ഇതിൻ്റെ യഥാർത്ഥ പലിശ എത്രയാ? 3%, 2.5%, 3%ഒക്കെയാണ് പലിശ. ആ 3% പലിശക്ക് കൊടുക്കേണ്ട സാധനം ഇവൻ കൊടുത്തത് 13% പലിശ. എന്ന് പറഞ്ഞാൽ പലിശയിൽ പോലും ലാഭം ഇവന് 10% എന്ന് പറഞ്ഞാൽ പലിശയിൽ പോലും 10% ഇവൻ്റെ പോക്കറ്റിലേക്ക്, 3% ഗവൺമെൻറ്റിലേക്ക്. ഇനി അത് മാത്രമാണോ? അല്ല. ഈ ചില ആളുകൾക്ക്, ചില സഹായക സംഘങ്ങൾക്കൊക്കെ കുറച്ച് കൂടിയ തുക നൽകിയിട്ടുണ്ട്. ഇത് ഓരോ സംഘങ്ങൾക്കാണ് നൽകുന്നത്, ഓരോ വ്യക്തികൾക്കല്ല. അപ്പോൾ ചിലർക്കൊക്കെ കുറച്ച് കൂടിയ തുക നൽകിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ പുറത്ത് വന്ന ഒരു കണക്ക് ഞാൻ പറയാം. 30 ലക്ഷം അപേക്ഷിച്ചു 30 ലക്ഷത്തിന്. അപ്പോൾ 30 ലക്ഷത്തിന് അപേക്ഷിച്ചപ്പോൾ ആ വ്യക്തിയോട് പറഞ്ഞു 30 ലക്ഷം തരാം, പക്ഷേ ആ 30 ലക്ഷം നിനക്ക് ഞാൻ തരണമെങ്കിൽ അതിൽ 10 ലക്ഷം എൻ്റെ കമ്മീഷനാണ്. അതായത് നിനക്ക് 20 ലക്ഷം കിട്ടും, പക്ഷേ നിൻ്റെ പേരിലുള്ള എമൗണ്ട് എത്രയായിരിക്കും? 30 ആയിരിക്കും. നീ തിരിച്ചടക്കേണ്ടത് 30 ആണ്, പക്ഷെ നിൻ്റെ കയ്യിൽ വരിക 20 ആണ്. സമ്മതമാണോ? സമ്മതമാണെങ്കിൽ തരാം. അങ്ങനെ അതിലും കമ്മീഷൻ, പലിശയിലും കമ്മീഷൻ. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ ഫണ്ടൊക്കെ ആർക്ക് കൊടുത്തതാ? കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കൊടുത്തതാണോ? ക്രൈസ്തവർക്ക് കൊടുത്തതാണോ? അല്ല. ഇത് ആർക്ക് കൊടുത്തതാ? ഈ പറയുന്ന ഇവൻ എൻ്റെ സമുദായം എന്ന് പറയുന്ന ആ ഈഴവരുണ്ടല്ലോ, അവർക്ക് കൊടുത്തതാ. അവർക്ക് മാത്രമായിട്ടുള്ളതാ. ഇതിൽ 1 രൂപ പോലും മുസ്ലിമിനോ ക്രൈസ്തവനോ ഇനി ഈഴവനല്ലാത്തവനോ ആയിട്ടുള്ള ഒരാൾക്കും ലഭിച്ചിട്ടില്ല. കിട്ടിയതെല്ലാം ഈഴവർക്കാണ്. അവരുടെ പേരിലാണ് സർക്കാർ ഈ ഫണ്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ പോലും കൊള്ള. അപ്പോൾ ആ ഒരു ക്രൂവാലിറ്റി എത്രത്തോളം ഉണ്ട്? അയാൾക്ക് പത്മവിഭൂഷൺ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പത്മഭൂഷണോ എന്താണെങ്കിലും രാജ്യം ഒരു അവാർഡ് നൽകുക. ആർക്ക്? പക്ക ബോൺ ക്രിമിനലിന്. അത് കേൾക്കുമ്പോഴാണ് ഞാനിപ്പോൾ ഈ മറ്റന്നാളാണല്ലോ ഇത് കൊടുക്കുന്നത്, വിതരണം ചെയ്യുന്നത്. ഇത് പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ് ജനുവരിയിൽ നടന്നതാണ്. പക്ഷേ വിതരണം എപ്പോഴാണ്? നാളെ കഴിഞ്ഞ് ചൊവ്വാഴ്ചയാണ് വിതരണം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ഏത് കേരള സ്റ്റോറിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ അതിനേക്കാൾ വലിയ പരിതാപകരമല്ലേ ഇത്? ഇപ്പം രാജ്യത്ത് നാഷണൽ അവാർഡിനും പത്മ അവാർഡുകൾക്കൊന്നും യാതൊരു വിലയുമില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, നല്ല ബോൺ ക്രിമിനൽ ആണെങ്കിൽ പരമോന്നത സിവിലിയൻ ബഹുമതികളൊക്കെ ലഭിക്കുമെന്നുള്ളതാണ്. അതല്ലേ ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശന് കിട്ടിയ അവാർഡിൻ്റെ മാനദണ്ഡം എന്താ? വളരെ കൃത്യമായിട്ട് പക്ക ക്രിമിനൽ, വിഷജന്തുവാകുക, നന്നായിട്ട് വിഷം ചീറ്റുന്ന വിഷജന്തുവാകുക എന്നുള്ളതാണ്. കേരള സ്റ്റോറിക്ക് അവാർഡ് കൊടുത്തതിൻ്റെ പേരില്ല, നന്നായിട്ട് വിഷം ചീറ്റിയതിൻ്റെ പേരിൽ, വിദ്വേഷം തുപ്പിയതിൻ്റെ പേരിൽ, വെറുപ്പുണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഇവനിക്ക് ഇതേ മാനദണ്ഡം. അതിനേക്കാൾ കൂടിയ മുന്തിയ ഇനം വിഷം, മാരക വിഷം തീണ്ടിക്കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് ആൾ തട്ടിപ്പോകും. അമ്മാതിരി വിഷം തുപ്പിയതിൻ്റെ പേരിൽ അവാർഡ് കൊടുത്ത് ബഹുമതി നൽകി ബഹുമാനിക്കുക, ആദരിക്കുക. ഒന്നും പറയണ്ട. ഇതാണ് ക്രിമിനൽ. ഈ ക്രിമിനലിനെ കഴിഞ്ഞ 10 വർഷക്കാലം കൈവെള്ളയിൽ പിണറായി വിജയൻ കൊണ്ടു നടന്നു. എന്താണെങ്കിലും കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടികളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എവിടെ വരെ എത്തുമെന്നുള്ളത് നമുക്ക് കണ്ടിരിക്കണം. എന്തായാലും പൂട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ ആശങ്കകളൊക്കെ വെറുതെയാണ്. കാരണം മുഖ്യമന്ത്രി കസേരയിൽ VD സതീശനാണെങ്കിൽ പൂട്ടിയിരിക്കും ഈ നടേശനെ എന്നുള്ളത് തന്നെയാണ്.